ബാങ്കിംഗ് ആൻഡ് IT സെക്ടറിലെ കമ്പനികളുടെ ഡീസന്റ് പെർഫോമൻസിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് ഉയർന്നു. നിഫ്റ്റി 22,794 എന്ന പ്രീവിയസ് ഹൈ മറികടന്ന് 22,852 സെൻസെക്സ് 75,124 എന്ന റെക്കോർഡ് ഹൈയിലേക്ക് എത്തുകയും ചെയ്തു. സെക്ടോറിയൽ ഇൻഡിസസ് പരിശോധിച്ചാൽ PSU ബാങ്ക്, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി IT തുടങ്ങിയ സെക്ടറുകളാണ് ഇന്ന് ഇൻഡെക്സിനെ ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. PSU ബാങ്ക് 2%, നിഫ്റ്റി ബാങ്ക് 1.5%, നിഫ്റ്റി IT 1.74% ഉയർന്നു. ഫാർമ, മെറ്റൽ തുടങ്ങിയ സെക്ടറുകൾ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചു. നിഫ്റ്റി ഫാർമ 0.28% ഇടിയുകയും നിഫ്റ്റി മെറ്റൽ 0.4% ഇടിയുകയും ചെയ്തു. അദാനി എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്കിൽ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം വരികയും അദാനി എൻ്റർപ്രൈസസ് 2.21% ഉയരുകയും ചെയ്തു. സെൻസെക്സിൽ വിപ്രോയെ അദാനി എൻ്റർപ്രൈസസ് റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദാനി എൻ്റർപ്രൈസസിൽ റാലി വന്നത്. ആക്സിസ് ബാങ്ക്, L&T, SBI, ഏഷ്യർ മോട്ടോർ തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു ഇന്ന് ടോപ്പ് ഗെയിനർ കാറ്റഗറിയിൽ വന്നത്. ആക്സിസ് ബാങ്ക് 2%, L&T 1.76%, SBI 1.64%, ഏഷ്യർ മോട്ടോർ 1.40% ഉയർന്നു. അതേസമയം സൺ ഫാർമ, പവർ ഗ്രിഡ്, ഹിൻഡാൽകോ, JSW സ്റ്റീൽ, ഗ്രാസിം തുടങ്ങിയ സ്റ്റോക്കുകൾ ടോപ്പ് ലൂസർ കാറ്റഗറിയിലായിരുന്നു. സൺ ഫാർമ 3.8% ഇടിഞ്ഞു, പവർ ഗ്രിഡ് 3.6% ഇടിഞ്ഞു, ഹിൻഡാൽകോ 2.18%, JSW സ്റ്റീൽ 1.36%, ഗ്രാസിം 1.19% ഇടിഞ്ഞു. ഇന്നത്തെ മാർക്കറ്റ് ബ്രെഡ്ത്ത് നമ്മൾ പരിശോധിച്ചാൽ 1236ഓളം സ്റ്റോക്കുകൾ ബൈയിങ് സൈഡിലും 1229ഓളം സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലുമായിരുന്നു. ആദ്യം തന്നെ മാർക്കറ്റിലെ റാലിക്ക് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തേത് RBI ഇന്ത്യ ഗവൺമെൻറ്റിന് നൽകുന്ന ഉയർന്ന ഡിവിഡൻഡ് തന്നെയാണ്. 2.1 ലക്ഷം കോടി രൂപയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിന് ഡിവിഡൻഡായി നൽകുന്നത്. കഴിഞ്ഞ വർഷം ഇത് 87,420 കോടിയായിരുന്നു. മാർക്കറ്റ് ഇതുവരെ പ്രതീക്ഷിച്ചത് 1 ലക്ഷം കോടി രൂപയായിരിക്കും ഡിവിഡൻഡായി നൽകുക എന്നതാണ്. അഡീഷണലായി സർപ്ലസ് എമൗണ്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് എത്തുന്നത് ബഡ്ജറ്റ് ഡെഫിസിറ്റിനെ മറികടക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും വേണ്ടി ഗവൺമെൻറ് ഉപയോഗിച്ചേക്കും. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ദിവസം ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ, പ്രത്യേകിച്ചും നിഫ്റ്റി ബാങ്ക്, PSU ബാങ്ക് തുടങ്ങിയ ഇൻഡിസസുകളിൽ പ്രകടമായിരുന്നു. നിഫ്റ്റി ബാങ്ക് 2.06%, PSU ബാങ്ക് 1.72% ഉയർന്നു. ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ BJP മൂന്നാമതും അധികാരത്തിലെത്തുമെന്നുള്ള പ്രൈം മിനിസ്റ്ററുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ന് റാലിക്ക് പിന്നിലെ മറ്റൊരു പ്രധാന കാരണമായി പ്രവർത്തിച്ചത്. ഇവിടെ നരേന്ദ്രമോദി പറഞ്ഞത് BJP സർക്കാർ അധികാരത്തിലേൽക്കുമ്പോൾ സെൻസെക്സ് 25,000 എന്ന ലെവലിലായിരുന്നു. അവിടെ നിന്നും സെൻസെക്സ് 75,000 എന്ന ലെവലിലേക്ക് എത്തി. ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ സെൻസെക്സ് ഓൾ ടൈം ഹൈയിലേക്ക് എത്തുമെന്നാണ് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഹോം മിനിസ്റ്ററായ അമിത്ഷായും പറഞ്ഞിരുന്നു, ജൂൺ 4 ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഷൂട്ടപ്പ് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് എത്തും. BJP തുടർച്ചയായ മൂന്നാമത്തെ പ്രാവശ്യവും ഭരണത്തിലെത്തുമെന്നാണ് പ്രൈം മിനിസ്റ്ററുടെയും ഹോം മിനിസ്റ്ററുടെയും സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ പ്രകടമായിരുന്നു. വളരെ നാളായി അണ്ടർ പെർഫോമൻസ് നടത്തുന്ന IT സെക്ടർ ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതും ഇൻഡെക്സിനെ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. IT സെക്ടറിന് ഇൻഡെക്സിൽ വെയിറ്റേജ് കൂടുതലാണ്. മിഡ് ക്യാപ്പ് IT കമ്പനികളായ കോഫോർജ്, പെർസിസ്റ്റൻ്റ്, എംഫസിസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം വന്നതുമൂലം IT ഇൻഡെക്സ് 1.04% ഉയർന്നു. ഇൻഡെക്സിലെ തന്നെ ഹെവി വെയ്റ്റ് സ്റ്റോക്കായ ITC ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ITCയിൽ വന്ന 1.4%-ഓളമുള്ള ബൈയിങ് മൊമെൻറ്റവും ഇൻഡെക്സിന് ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചു. ഇനി ഇന്നത്തെ ദിവസം ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ചില സ്റ്റോക്കുകളെയും ആ സ്റ്റോക്കുകൾ പെർഫോം ചെയ്യാനുള്ള കാരണങ്ങളും മനസ്സിലാക്കാം. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ എന്ന സ്റ്റോക്ക് 14.77% ഉയർന്ന് 1368 ക്ലോസിംഗ് നൽകി. ഗാർഡൻ റീച്ച് എന്ന സ്റ്റോക്കിൽ ഇന്ന് 14%-ഓളം റാലി വരാനുള്ള കാരണം കമ്പനിയുടെ മികച്ച ക്വാർട്ടർലി റിസൾട്ടാണ്. 1000 കോടി റവന്യൂ എന്ന മാർക്ക് അല്ലെങ്കിൽ ലാൻഡ് മാർക്ക് കമ്പനിക്ക് മറികടക്കാൻ സാധിച്ചു. ഇയർ ഓൺ ഇയറിൽ റവന്യൂ 69% കമ്പനി ഉയർത്തുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ എന്ന സ്റ്റോക്കിൽ ഇന്ന് ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. റെയിൽവേ സെക്ടറിലെ തന്നെ IRFC എന്ന സ്റ്റോക്ക് 8.34% ഉയർന്നത്. IRFC 190 എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. സ്ട്രോങ് ഫിനാൻഷ്യൽ പെർഫോമൻസിൻ്റെ പശ്ചാത്തലത്തിലാണ് IRFC മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. IRFCയുടെ പ്രോഫിറ്റ് 34% വർദ്ധിച്ച് 1717 കോടിയായി മാറിയിട്ടുണ്ട്.
അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സ് ഇന്ത്യ എന്ന സ്റ്റോക്ക് 6.34% ഉയർന്നു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ഡിവിഡൻഡും പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ എന്ന സ്റ്റോക്ക് 6.34% ഉയർന്ന് 286 എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകിയത്. കൂടാതെ ബോണ്ട് ഈൽഡ് ഇടിഞ്ഞതും ഇന്ന് മാർക്കറ്റിനെ ഉയരങ്ങളിലേക്ക് എത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. 10 വർഷത്തെ ബോണ്ട് ഈൽഡ് 6.9% എന്ന ലെവലിലേക്കാണ് ഇടിഞ്ഞത്. ബോണ്ട് ഈൽഡ് ഇടിയുന്നതും ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആയതും കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് നടത്തുന്നതും മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് എത്തുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി പ്രവർത്തിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്